ബിദ്അത്ത് എന്ന് പറയും. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? എൻ്റെ ഭാഷാർത്ഥം എന്താ? പുതിയ കാര്യങ്ങൾ എന്നുള്ളതാണ് ബിദ്അത്തിൻ്റെ ഭാഷാർത്ഥം. അതായത് പുതുതായി ഉണ്ടായ കാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലാത്തതും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ല, അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാം. അപ്പോൾ ആ ബിദ്അത്ത് രണ്ട് രൂപത്തിലുണ്ട്. ബിദ്അത്തുൻ സയ്യിഅത്തുണ്ട്, ബിദ്അത്തുൻ ഹസനത്തുണ്ട്. എന്താണ് ബിദ്അത്തുൻ ഹസന? നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതാണ് ഞാനീ പറഞ്ഞത്. ഞാനീ പറയാൻ പോകുന്ന 4 പ്രമാണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൻ്റെ പിൻബലമുണ്ടെങ്കിൽ അത് ബിദ്അത്തുൻ ഹസനയാണ്. ഈ 4 പ്രമാണങ്ങളിൽ നിന്ന് ഒന്നിൻ്റെ പിൻബലമില്ലെങ്കിൽ അത് ബിദ്അത്തുൻ സയ്യിഅത്താണ്. ഇത് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഇത് ഉൾക്കൊള്ളണം. ഇപ്പൊ പലയിടത്തും ആളുകൾ മനുഷ്യരെ വഴിത്തിരിപ്പിക്കേണ്ട ഈ കാര്യം കൊണ്ടാണ്. ഏതാണ് 4 കാര്യങ്ങൾ? ഞാനതൊന്ന് പറയാം. സ്വലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് പറയാം. 4 കാര്യങ്ങൾ. ഒന്ന് ഖുർആനാണ്. ഒരു വിഷയം നമ്മൾ ചെയ്യുമ്പോൾ അത് ഖുർആനിലുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ. 2 ഹദീസാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ മൗനാനുവാദം. 3-ാമത്തെ കാര്യമാണ് ഇജ്മാ എന്ന് പറയും. എന്താണ് ഇജ്മാ? ഇജ്മാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിലാണ് ഇജ്മാ എന്ന് പറയുക. ഒരു വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്നാണ് ഇജ്മാ എന്ന് പറയാം. ആ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കാണുന്ന പണ്ഡിതന്മാരെ കുറിച്ചല്ല പറയുന്നത്. സലഫുകളായ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയും വലിയ ജ്ഞാനത്തിന്റെ ഗോപുരങ്ങൾ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം ഹംബലി ഇമാം, ഹനഫി, ഇമാം മാലിക് തങ്ങൾ തുടങ്ങിയിട്ടുള്ള അഗാധമായ ജ്ഞാനത്തിന്റെ ഉടമകളായ മനുഷ്യർ, മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. മുജ്തഹിദുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മതവിധികൾ കണ്ടെത്താൻ കഴിവുള്ളവരാ. അപ്പോൾ 1 ഖുർആൻ, 2 സുന്നത്ത്, 3 ഇജ്മാ, 4 ഖിയാസ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനോട് താരതമ്യപ്പെടുത്തി കൊടുക്കുക, അതാണ് ഖിയാസ്. ഒരു വസ്തുവിനോട് താരതമ്യം ചെയ്ത് മറ്റേ വസ്തു കൊടുക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉഫിൻ എന്ന് നിങ്ങൾ ആരോട് പറയാൻ പാടില്ല? ഉമ്മൻ്റെ അടുത്തും ഉപ്പയുടെ അടുത്തും പറയാൻ പറ്റൂല. അത് ചേ എന്ന് പറയാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ചേ എന്ന വാക്കിൽ എന്തുണ്ട്? ഒരു ഈദ ഉണ്ട്, ഒരു നിന്ദിക്കലുണ്ട്. വാപ്പാനും ഉമ്മാനും ഒരു കൊച്ചാക്കണ പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുള്ള ഒന്നും പറ്റൂല. ഇതാണ് ഖിയാസാക്കുക എന്ന് പറയാം. അത് നമ്മൾ ഖിയാസാക്കാൻ പറ്റൂല, അത് പണ്ഡിതന്മാർ ഖിയാസാക്കി തരും. ഞാൻ പറഞ്ഞത് അപ്പം എന്ത് വിഷയമാണെങ്കിലും ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ, ഇജ്മായിലുണ്ടോ, ഖിയാസിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാര്യം ഓക്കെയാണ്. 4ലും വേണമെന്നുണ്ടോ? ഇല്ല. 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിലും മതി.